ങ്ങളിൽ ശക്തമായ ഒരു പ്രക്ഷോഭ സമരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ഒരു സമരം നടത്തി. അതിനുശേഷം ഞങ്ങൾ 21-ാം തീയതി ചൊവ്വാഴ്ച മുതൽ എപ്പോഴവരെയാണോ കഴിയുന്നത് അതുവരത്തേക്ക് അനിശ്ചിതമായെന്നുള്ള രീതിയിലൊരു സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അത്രയ്ക്കൊരു വല്ലാത്ത ക്രൈസിസിലാണ് ഞങ്ങൾ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 7 വർഷക്കാലമായി ഞങ്ങൾക്ക് ഓണത്തിന് നൽകിക്കൊണ്ടിരുന്ന ഒരു 1000 രൂപയുടെ ഉത്സവത്ത KSRTCയിലെ പെൻഷൻകാർക്ക് മാത്രം നിഷേധിച്ചിട്ടിപ്പോൾ 7ാമത്തെ വർഷമാണ്. ഈ വർഷമെങ്കിലും അത് നമുക്ക് നൽകുമെന്നുള്ള സാഹചര്യം ഒരുക്കിയ ശേഷം അവസാനം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് പോയത്. അങ്ങനെ വളരെ പ്രയാസകരമായൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന 43,000 കുടുംബങ്ങളാണ് ഇതിൻ്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഈ സമരത്തിന് നിങ്ങളുടെ നല്ല പിന്തുണയും സഹായവും വേണം. എപ്പോഴും ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിങ്ങളെ അഭിമുഖീകരിച്ച ശേഷമാണ് ഞങ്ങൾ അതിന് ഇറങ്ങാറുള്ളത്. ഒട്ടൊക്കെ ഏറിയും കുറഞ്ഞും നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പെൻഷൻ ലഭിക്കാതിരുന്ന ഘട്ടങ്ങളിൽ, ആത്മഹത്യകൾ പെരുകി ഘട്ടങ്ങളിലൊക്കെ മാധ്യമങ്ങളാണ് ഞങ്ങളെ ഏറെ സഹായിച്ചിട്ടുള്ളത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അത് ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നതോടൊപ്പം ഈ ഒരു വിഷയം, ഈ 2 വിഷയവും KSRTCയിലെ പെൻഷൻ പരിഷ്കരിക്കാതെ 14 വർഷമായി നീക്കിവെച്ചിരിക്കുന്ന കേരളത്തിൽ ഒരു പെൻഷൻ വിഭാഗത്തിനുമില്ല. ഞങ്ങളും പബ്ലിക് സർവീസ് കമ്മീഷൻ തിരഞ്ഞെടുത്ത് KSRTCയിൽ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. സാമാന്യത്തിലധികം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് ഞങ്ങൾ ബഹുഭൂരിപക്ഷവും. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു പോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അവഗണിക്കുന്ന ഒരു സമീപനം അധികാരികളുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഖേദകരമാണ്. ഞങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഉത്സവത്ത കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുത്തതാണ് ഓണത്തിൽ. നിങ്ങളൊക്കെ അതിൻ്റെ വാർത്തകൾ മനസ്സിലാക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളവരാണ്. കൊടുക്കാതിരുന്നവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം റേഷൻ കട നടത്തുന്ന ആൾക്കാർക്ക് വരെയും അഡീഷണലായിട്ട് ഇപ്പോൾ ഇത് കൊടുത്തു. ഇതിലൊന്നും പെടാത്ത ഒരു വിഭാഗമായി മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായി KSRTCയിലെ പെൻഷൻകാർ മാറിയിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു അവഹേളനം പോലെ വരെ ഞങ്ങൾക്ക് തോന്നുകയാണ്. 1000 രൂപയുടെ ഒരു വലിപ്പത്തിലല്ല പറയുന്നത്. അതൊരു ഡിസ്ക്രിമിനേഷനായി ഞങ്ങൾ കാണുന്നു. എവിടെ ചെന്നാലും ഞങ്ങളെ അതൊരു ചോദ്യം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടിയോ, നിങ്ങൾക്ക് മാത്രമേ കിട്ടിയുള്ളല്ലോ എന്നൊക്കെയുള്ള ഒരു പ്രയാസം ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ആ തരത്തിലടക്കം കഴിഞ്ഞ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം നിർത്തിയ ഒരു സാഹചര്യം. അതുപോലെ ഈ പെൻഷൻ ശമ്പളം പരിഷ്കരിച്ചാലും KSRTC ഉണ്ടായ കാലം മുതൽ ശമ്പളം എന്ന് പരിഷ്കരിക്കുന്നോ അന്ന് അതിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞു പോയിട്ടുള്ള പെൻഷൻകാരുടെ പെൻഷൻ കൂടി പരിഷ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ KSRTC നിലനിന്നിട്ടുള്ളത്. ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരിയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത്തവണ ഈ പെൻഷൻ ശമ്പള പരിഷ്കരണം നടത്തിയപ്പോൾ പെൻഷൻ പരിഷ്കരിക്കാതെ മാറ്റിവെച്ചു. ആ ശമ്പളം പരിഷ്കരണ കാലാവധി ഇപ്പോൾ ഇനി 6 മാസക്കാലം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അതായത് 5 വർഷത്തെ വാലിഡിറ്റിയുള്ള ശമ്പള പരിഷ്കരണം അത് തീരാറാകുന്ന സാഹചര്യത്തിൽ പോലും അന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ച് മാറ്റിവെച്ചിരിക്കുന്ന ഞങ്ങളുടെ പെൻഷൻ പരിഷ്കരണം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും തയ്യാറാകുന്നില്ല എന്നുള്ള ദുഃഖകരമായ ഒരു അവസ്ഥയും ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗുരുതരമായൊരു സ്ഥിതിവിശേഷത്തിൽ ഒരു അനുകൂലമായ പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന സമരത്തിൽ എല്ലാ ദിവസവും ഇപ്പം ഞങ്ങൾ എന്തൊട്ട് കൊടുക്കും. ചിലപ്പോൾ ഇലക്ഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ ഞങ്ങൾ സമരത്തിലിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ആരും വന്ന് നമ്മളോട് ഒരു വാഗ്ദാനം ചെയ്യാൻ പിന്നെ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ആ തരത്തിൽ ബാക്കി ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പ്രസിഡൻറ്റും സംസ്ഥാന ട്രഷററും വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം. 43,000 കുടുംബങ്ങളെ ഈ സമൂഹത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തി കാണുന്ന ഒരു സമീപനം അധികാരികൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അത് അനുവദിച്ച് കിട്ടുന്നതിനാവശ്യമായ സഹായം ചെയ്യണമെന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കി ഞങ്ങളുടെ പ്രസിഡൻറ്റിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. പ്രിയമുള്ള പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ, സംക്ഷിപ്തമായ കാര്യങ്ങളെല്ലാം ജനറൽ സെക്രട്ടറി ഇവിടെ അവതരിപ്പിച്ചുവെങ്കിൽ പോലും 1-2 വാക്കുകൾ സൂചിപ്പിച്ച് മതിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എന്ന സംഘടന യാതൊരു രാഷ്ട്രീയവുമില്ലാതെ പ്രവർത്തിച്ചു വരുന്ന ഏക സംഘടനയാണ് KSRTC. ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ 14 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുച്ഛമായ വേതനമാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വസ്തുത നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ്. അതേപോലെ തന്നെ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഉത്സവത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 7 വർഷക്കാലമായി നൽകാതിരിക്കുന്ന ഏക പെൻഷൻ സമൂഹം KSRTCയിലാണ്. ഇനി ത്രിതല പഞ്ചായത്തും അടുത്ത് അതിനോടനുബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അനുഭാവപൂർവമായ ഒരു പരിഗണനയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഏറെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കേവലം 1350 രൂപ മാത്രം പ്രതിമാസം പെൻഷൻ മേടിക്കുന്ന എക്സ്ഗ്രേഷ്യ പെൻഷൻകാരുൾപ്പെടെയുള്ള ആളുകൾ ഈ ഞങ്ങളുടെ സംഘടനയിലുണ്ട്. അപ്പം ഒരു ദിവസത്തിൻ്റെ രാവും പകലും കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി ഒരു 1350 രൂപ ഒരു മാസം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങളുടെ ഈ വിഷയങ്ങൾ സത്വരമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതിന് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതിനും നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മാധ്യമ സുഹൃത്തുക്കളെ, പ്രധാനമായിട്ടും ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് KSRTCയിൽ 2 തരം പെൻഷൻകാർ ഉണ്ട് എന്നുള്ളതാണ്. 6/21 മുതൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ ശമ്പളം പരിഷ്കരിച്ച് പുതിയ പെൻഷനിലേക്ക് വന്ന കുറച്ച് ജീവനക്കാരുണ്ട്. ഏകദേശം ഒരു 6000-ഓളം പേര് പുതുക്കിയ പെൻഷൻ വാങ്ങുന്നവരാണ്. മറ്റ് പെൻഷൻ, പഴയ പെൻഷൻ പ്രീ റിവൈസ്ഡ് സ്കെയിലിലെ ശമ്പളത്തിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഏറെ നഷ്ടം. 6000 മുതൽ 10000 രൂപ വരെ പ്രതിമാസം ഓരോ പെൻഷൻകാരനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാസം കേവലം 12.64 കോടി രൂപയാണ് അതിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി വരുന്ന ആകെ ചെലവ്. അത് ഒരു സർക്കാരിൻ്റെ പദ്ധതി ചെലവിൻ്റെ 0.05% പോലും വരുന്നില്ല. അപ്പോൾ എന്നിട്ട് പോലും KSRTC പെൻഷൻകാരെ മാറ്റി നിർത്തി മറ്റെല്ലാ മേഖലയിലുള്ളവർക്കും ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിമിനേഷൻ സർക്കാരിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുവാനായിട്ടാണ് ഞങ്ങൾ 21-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ പുനരാരംഭിക്കുന്ന സമരം. നേരത്തെ ജനുവരി 8-ന് നിർത്തുകയും അത് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഉടനെ തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അന്നത്തെ 38 ദിവസത്തെ സമരം അന്ന് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അത് അവസാനിപ്പിച്ച ശേഷം ആ പ്രശ്നങ്ങൾ എല്ലാം ഇന്നും അതേപടി നിലനിൽക്കുകയും അതിനൊന്നും പരിഹൃതമാകാതെ വരികയും ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒക്ടോബർ 21 മുതൽ വീണ്ടും സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ആരംഭിക്കണമെന്ന് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുകയും അതനുസരിച്ച് സമരം ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇത് കേവലം ആരോടും പ്രതിഷേധിക്കാനോ ഒന്നിനുമല്ല, ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടി മാത്രമാണ്. അതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.